അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഈ വ്ളോഗ് കണ്ടതും ചോദിക്കും ഇന്നെന്താ നോമ്പില്ലേ എന്ന് ചോദിക്കും. നോമ്പുണ്ട്. ഇത് നോമ്പിന് മുമ്പുള്ള വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മുടെ നോമ്പിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് നമ്മളിതാ ചായ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക. എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട്, ഫസ്റ്റ് നോമ്പ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇത് പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു ദിവസം 2 വ്ളോഗായിട്ട് ഇടാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ നടക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റത്തെ കാര്യം വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് ഇരിക്കും വേണ്ട. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്യുക. ചിലപ്പോൾ ഒന്നും ചെയ്യാനും സാധിക്കുന്നുണ്ടാവില്ല. നോമ്പിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് ഇരിക്കും. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും ഇത് കേട്ടോ. പ്രയോറിറ്റി നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ റമദാനാവുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതാ ചായ എല്ലാം ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് മോനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ചായ കുടിച്ചോന്നൊന്നും ചോദിക്കുന്നില്ല. ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ വ്ളോഗ് കാണുമ്പോൾ ആരും എന്നെ പ്രാഗരുത് പ്ലീസ്. ഇന്നത്തോടു കൂടി ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ നാളെ ഉണ്ടാവും, വ്ളോഗ് ഉണ്ടാവും. എന്തായാലും നോമ്പ് വെച്ചിട്ട് കാണേണ്ട ഒരു അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും. കാണാൻ ഇഷ്ടമുള്ളവർ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ വാഷിങ്ങിന് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മോനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതും ചീസും മയണൈസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. പൊതുവേ നമ്മൾ സാൻഡ്വിച്ച് ലവേഴ്സ് ആണെങ്കിൽ ഇനി ഡിഫറെൻറ്റ് ഇങ്ങനെ ടൈപ്പ് ഓഫ് സാൻഡ്വിച്ച് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. എല്ലാം കഴിയട്ടെ. പക്ഷേ ഇതിനൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് വേണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് മടിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറേ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സോസ് കുറച്ചൊന്ന് യൂസ് ചെയ്യണതൊന്ന് കമ്മിയാക്കിയതാണ്. അപ്പോൾ ഇത് ഞാൻ ലുലുന്ന് എടുത്ത വെജ് മയണൈസാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ടെൻഷനില്ല, എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു ടെൻഷനൊന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ വെജ് മയണൈസ് മേടിക്കാറാണ് കേട്ടോ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും എഗ്ഗും വെച്ച് കൊടുത്ത് ചീസെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിളും ഇതിലേക്ക് വെക്കാം കേട്ടോ. വെള്ളരിക്ക, തക്കാളി ഇതൊക്കെ വെച്ച് കൊടുക്കുക വേണമെങ്കിൽ. പിന്നെ ക്യാബേജിൻ്റെ ഇതൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് മോനിക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തത്. കഴിക്കുക എപ്പടി പിന്നെ പോണ്ട് പോണം. ശരി ബൈ. നോമ്പായത് പോണോ പോണ്ടയോ എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളാണ് കേട്ടോ അവിടെ. എന്തായാലും എക്സാം കഴിയണവരെ പോണ്ടേ, നോമ്പാണെന്നും പറഞ്ഞിട്ട് പോകാണ്ടിരിക്കുക, ലീവ് എടുക്കലൊന്നും ശരിയാവൂലല്ലോ. അപ്പോൾ ഞാൻ അവിടെ അടിച്ചു വാരണീൻ്റെ ഇടയിലാണ് നമ്മുടെ കസിൻ്റെ മോനാണ് കേട്ടോ. അതാണ് 2 കുഞ്ഞിക്കാലം അവിടെ കാണുന്നത്. പിന്നെ വേഗം ഫ്രണ്ടിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ആ ചൂല ഏറെക്കുറെ തേഞ്ഞിട്ടുണ്ട്. പക്ഷെ മുന്നിൽ ഇങ്ങനെ അടിച്ചു വാരാൻ നല്ല സുഖമാണ് കേട്ടോ. പൊടിയും ഒക്കെ വരും. അപ്പം ഇനി അങ്ങനത്തെ ഒന്നും കൂടെ മേടിക്കാം അല്ലേ. അപ്പോൾ വേഗം തേങ്ങ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ചമ്മന്തി അരക്കണം, മുളക് ചട്നി ഉണ്ട്, പിന്നെ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നാളെ മുതൽ ഈ പരിപാടികളൊക്കെ അവിടെ അങ്ങ് നിൽക്കുകയാണല്ലോ അല്ലേ. രാവിലെ എണിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമില്ല, ലഞ്ചിൻ്റെ കാര്യമില്ല, ഈവനിങ് അല്ലേ തിരക്ക്. പൊതുവേ ഞാൻ നോമ്പ് സമയത്ത് രാവിലെ എൻ്റെ കുറച്ച് പണികൾ ഒരുക്കി വയ്ക്കും. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ ബാക്കി പണികൾ ചെയ്യാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഹെവി ഫീൽ ചെയ്യൂല കേട്ടോ. അങ്ങനെയാണ് മാക്സിമം ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നോക്കാം, നോമ്പ് തുറന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. തുറന്നു കഴിഞ്ഞാലാണ് ക്ഷീണം. പക്ഷെ ഓവർ ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ ക്ഷീണമൊന്നും ഉണ്ടാവും. ഫുഡ് അടിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ. ക്ഷീണം കുറയുക ചെയ്യുക. ഞാനൊക്കെ നോമ്പ് തുറന്നിട്ട് ആ ഫ്രൂട്ട് കഴിച്ചിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കും. പലഹാരം നമ്മളിവിടെ പൊതുവേ ഉണ്ടാക്കൽ കുറവാണ്. ആർക്കും വേണ്ട. കുട്ടികളൊക്കെ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് വരുമ്പോൾ പിന്നെ ഈ പത്തിരി, നൂൽപുട്ട്, പൊറോട്ട ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. അവിടെ നിന്ന് തന്നെ അവർ കഴിച്ചു വരും. ഉമ്മാക്കും എനിക്കും അത് ഒട്ടും വേണ്ടേനു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫുഡ് ഇങ്ങനെ ഹെവിനെസ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആവും. അങ്ങനെ വേഗം ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാട്. ഇനിയിപ്പോൾ നാളെ മുതൽ ഈ ചായ പരിപാടികളൊന്നും ഉണ്ടാവില്ലല്ലോ. മിസ് ചെയ്യണവരാണോ, സമാധാനമായി ചായ ഇല്ലല്ലോ എന്ന് തിങ്ക് ചെയ്യണവരാണോ നമ്മുടെ വ്യൂവേഴ്സ് എന്നുള്ളത് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ഒന്ന് കമൻ്റ് അടിക്കൂ കേട്ടോ. കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് വേഗം ചായയൊക്കെ റെഡിയാക്കി ഇനി വേഗം പോയിട്ട് ഞാനിതാ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടണം. എൻ്റെ റൂമത്തെ ബെഡ്ഷീറ്റ് മാറ്റുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ വേഗം ഞാൻ അതിനുള്ള പുറപ്പാടിലാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബിസിനസ് സ്റ്റോക്കും
ഒക്കെ ആയിട്ട് വരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ വലിയ ബിസിനസ്സുകാരി എവിടെ എത്ര. എന്നാലും എനിക്കത് ഭയങ്കര ഹാപ്പി ആട്ടോ. ചെറിയ ചെറിയ ബിസിനസ് ആണെങ്കിലും കൂടെ നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ദുആ വേണം സക്സസ് ആവാൻ. അങ്ങനെ വീണ്ടും നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ പാട്ടൊക്കെ വെക്കാറുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് സമയത്ത് ഞാൻ പാട്ടൊന്നും വെക്കൂല കേട്ടോ. മാക്സിമം നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും കൂടെ എന്നെ എടുത്ത് പൊങ്കാലയിടും. അങ്ങനെ വേഗത ബെഡ്ഷീറ്റും പില്ലോയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഇടയിൽ റിപ്ലൈയും കൊടുത്ത് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും നാളെ നോമ്പാണെന്നുള്ളത് നമുക്ക് ഉറപ്പായല്ലോ. അപ്പോൾ ഉച്ചക്കിലേക്ക് കറി ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെക്കും കേട്ടോ. അപ്പോൾ അത്താഴത്തിന് സെറ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ. നമ്മളിവിടെ അത്താഴം സഹർ എന്നൊക്കെ പറയട്ടോ. സുഹർ എന്ന് പറയോ സഹർ എന്ന് പറയോ എന്നുള്ളത് എനിക്കിപ്പോഴൊരു കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതാ നനച്ചുളി കഴിഞ്ഞ് നോമ്പ് തുടങ്ങാനാകുമ്പോഴത്തേനും വീണ്ടും പൊടി പിടിച്ചു. ഇവിടെ ഭയങ്കര പൊടിക്കാറ്റും ഒക്കെ തുടങ്ങിയിട്ടോ. ഇനിയിപ്പോൾ വേനലായില്ലേ, കംപ്ലീറ്റ് എപ്പോഴും പൊടി തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ടീപ്പോയെങ്കിലും ഒന്ന് തുടച്ചെടുക്കട്ടെ പറഞ്ഞിട്ട് വേഗം ടീപ്പോയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. എന്നോട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു നനച്ചുള്ളി വീഡിയോ എന്താ ഇട്ടില്ലാന്ന്. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാണ്ട ഒരു ഇതായിരുന്നില്ല. വേഗം നനച്ചുള്ളി തീർക്കുക എന്നത് മാത്രമായിരുന്നു മൈൻഡിൽ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ പ്രാവശ്യം. കാരണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കോഴിക്കോട് ഇവർ പോകുമ്പോൾ അവരുടെ കൂടെ പോകാൻ. അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ വീഡിയോ എടുത്തില്ല കേട്ടോ പ്രാവശ്യം. പിന്നെ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉമ്മതാ കൊയ്യാക്കയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. കൊയ്യാക്ക മീൻസ് അടക്കാപ്പഴം, പേരയ്ക്ക എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം വേഗം നമ്മുടെ പരിപാടികൾ തീർക്കുന്നുണ്ട്. അതേപോലെ ഞാൻ എന്തോ പറഞ്ഞു വന്നല്ലോ, മറന്നുപോയി എന്താന്നുള്ളത്. നമ്മൾ അത്താഴത്തിന്റെ കാര്യമല്ലേ പറഞ്ഞു വന്നത്. അപ്പോൾ അത്താഴത്തിന് പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നറിയോ, കുറച്ച് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കും ചില്ലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കൾക്ക് അതൊരു 2 കഷ്ണം ഉണ്ടെങ്കിൽ അവർ സുഖമായിട്ട് ഫുഡൊക്കെ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഉപ്പേരി, കറി, അതുപോലെ തൈര്, അച്ചാർ. ഇതാണ് ഇവിടെ കോമൺ അത്താഴത്തിൻ്റെ ഒരു ഫുഡ്. ഞാൻ ഇപ്രാവശ്യം എനിക്ക് വേണ്ടി കുറച്ച് മാറ്റി പിടിക്കുന്നുണ്ട്. ഞാൻ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കണം വിചാരിച്ചിട്ടുണ്ട്. അതായത് എഗ്ഗ്, ചിക്കൻ ഇങ്ങനെയൊക്കെ. പിന്നെ ചോറ് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ രാവിലെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കണം, അങ്ങനെയും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ധാരാളം വെള്ളം. ഇതാണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നോട് ആ സമയത്ത് വീഡിയോ ചെയ്യാമോ, എന്താണ് യൂസ് ചെയ്യുക, എന്താ കഴിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാരെ. പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. അത്താഴത്തിനൊക്കെ എണിച്ച് വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. എന്നാലും നോക്കാം ഞാൻ മാക്സിമം. പിന്നെ ഇതാ വേഗം വന്നിട്ട് നമ്മളിത് അടിച്ചു വാരി എടുക്കുന്നുണ്ട് എല്ലാവരുടെയും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പരിപ്പിച്ചാറ് തന്നെ വെക്കുന്നത്. ഇനിയിപ്പോൾ 1 മാസം ഇവിടെ പരിപ്പിച്ചാറ് തന്നെ ആയിരിക്കും കേട്ടോ. വേറെ കറികളൊന്നും ഇഷ്ടാവില്ല. പരിപ്പിച്ചാറ്, സാമ്പാർ ഇത് തന്നെയാണ് ഉമ്മാക്കും കുട്ടികൾക്കും ഹസ്ബൻഡിനും വേണ്ട. ഹസ്ബൻഡ് പിന്നെ ഇപ്പോൾ ചോറ് കഴിക്കാറില്ല. ഞാനൊക്കെ ചോറ് ഇപ്പോൾ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പണ്ട് വീഡിയോ എടുത്താറോ കുറച്ച് മുന്നേ എൻ്റെ കസിൻ്റെ വീട്ടിൽ കണ്ടൊരു സാധനമാണ്. കണ്ടപ്പോൾ അതിശയം തോന്നി. ഇതിൽ കുട്ടികളെ ഉറക്കാനും തൊട്ടി കെട്ടും. പിന്നെ പണ്ട് ഇങ്ങനെ ഉണക്കമീൻ അത് ഇതൊക്കെ സൂക്ഷിക്കാൻ അതിലിങ്ങനെ തൂക്കിയിടുക അങ്ങനെയൊക്കെ ചെയ്യും എന്നാണ് എനിക്ക് കേട്ടൊരറിവ്. ഇത് 1 മാസം മുന്നേ ഞാൻ എടുത്തിട്ട് വന്ന വീഡിയോ ആണ്. ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ മറന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുമ്പളങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഒരു 2 ദിവസത്തിന് ഉണ്ടാവും കേട്ടോ. ഈ കുമ്പളങ്ങ കറി വെച്ചാലും അത് ഒരു 2 ദിവസത്തിന് ഉണ്ടാവും. 2 ദിവസത്തിന് കറി ഉണ്ടാവും നമ്മൾ എത്ര കുറച്ച് വെച്ചാലും. അപ്പോൾ ഒന്നരാടം കൂടുമ്പൊക്കെ തന്നെ ഞാൻ കറി വെക്കുള്ളൂ. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം സർബത്തും ഫ്രൂട്ടും അതേപോലെ സമൂസ, കട്ട്ലറ്റ്. നിങ്ങളുടെ വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന പലഹാരം ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതിന് സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ല, അതായത് റെസിപ്പി ഒന്നും എടുത്ത് പറയുന്നില്ല. പിന്നെ പയറുപ്പേരിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പയറുപ്പേരി ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ അവിടെയൊക്കെ ഉണ്ടല്ലോ, മലപ്പുറം ആ സൈഡൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ബോർഡർ ആണ്, പക്ഷെ ഫുഡാണെങ്കിൽ എല്ലാതാണെങ്കിലും മലപ്പുറത്തിൻ്റെ ഒരു ടച്ച് ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ. ഇവിടെയല്ല. അപ്പോൾ രാവിലെ എണിച്ചിട്ട് പണ്ടൊക്കെ ഞങ്ങൾ കഴിച്ചിരുന്നത് ചോറ്, പയറുപ്പേരി, മുരിങ്ങ താളിച്ചത്, അതുപോലെ സ്രാവ് മീന്, പപ്പടം, അച്ചാറ്,
ഇങ്ങനെയൊക്കെ കഴിച്ചൊരു ഓർമ്മയാണ് കേട്ടോ എനിക്ക്. ഓർമ്മയില്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ കഴിച്ചിരുന്നത്. തറവാട്ടിൽ ഉമ്മണ ആവുന്ന സമയത്തും ഒക്കെ സ്രാവ് പൊരിച്ചതായിരിക്കും അത്. ഭയങ്കര ടേസ്റ്റി ആയിരിക്കുമല്ലേ. എനിക്കത് ഇപ്പം ആലോചിക്കുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല മട്ടരി ചോറ്, അതിൽക്ക് ഇങ്ങനെ മുരിങ്ങ താളിച്ചത്, ചൂടുള്ള മുരിങ്ങ താളിച്ചതൊക്കെ ഉണ്ടാക്കാൻ കാരണം എനിക്ക് തോന്നുന്നു രാത്രി തന്നെ പെട്ടെന്ന് കറിയും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ അങ്ങനത്തെ കറികളൊക്കെ കണ്ടുപിടിച്ചിരിക്കുക തോന്നുന്നു. തക്കാളി കറി, മുരിങ്ങക്കറി, ഇങ്ങനത്തെയൊക്കെ. പിന്നെ ഏറി വന്ന ഒരു മോര് കറി ഉണ്ടാക്കും. മോര് കറി, ബീഫ്, ചോറ്, പയറുപ്പേരി, ഇടയ്ക്ക് അങ്ങനത്തെ ഒരു കോമ്പിനേഷനും ഉണ്ടാവും. ഇനി എന്നെ ഉള്ളിച്ചിണിന്ന് വിളിക്കണീന് ഒരു പ്രശ്നമല്ല. ഇക്കാനോട് ഞാൻ പറഞ്ഞേ കുറച്ച് ഉള്ളി വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇക്ക എന്നോട് എനിക്ക് വാങ്ങിച്ചെന്ന ഉള്ളിയാണത്. എനിക്ക് തോന്നുന്നു നോമ്പ് കഴിയണ വരെ യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അത്രയും ഉള്ളിയുണ്ട്. ഒരു 5-6 കിലോ ഉണ്ടാവും കേട്ടോ അത്. ശരിക്കും അത് ബർത്ത്ഡേക്ക് ബിരിയാണിയൊക്കെ വെക്കാന്ന് പ്ലാൻ ചെയ്തിട്ട് മേടിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല. പിന്നെ നമ്മൾ ഫുഡ് പാർസൽ മേടിക്കുക ചെയ്തത് കേട്ടോ. അങ്ങനെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കുന്ന സംഭവമാണ്. പിന്നെ ഇപ്രാവശ്യം ഇച്ചിരി ഒന്ന് വൈകിയെന്ന് മാത്രം, എന്നാലും കുഴപ്പമില്ല. അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇപ്രാവശ്യം ഞാൻ ഇച്ചിരി ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. കളറ് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഞാൻ ഒത്തിരി ഒഴിച്ചിട്ടില്ല, ഇത്തിരി. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാനത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം വാങ്ങിച്ചു വെച്ചു എന്നല്ലാണ്ട് ഓപ്പൺ ആക്കി നോക്കിയിട്ടേ ഇല്ല. നല്ല ഡീസലുള്ള ഡേറ്റ്സ് ആണ്, നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഏറ്റവും ക്വാളിറ്റി നോക്കിയിട്ട് തന്നെ മേടിക്കും. പക്ഷെ എന്താ പറഞ്ഞാൽ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് 1321 രൂപ ഉണ്ട് 1 കിലോയ്ക്ക്. ഇത്രയും റേറ്റ് കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്ന സാധനം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ ഒരു സങ്കടം തോന്നി. ലുലുവിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കണം. അപ്പൊ എനിക്ക് ബോക്സിൽ നിന്ന് മേടിക്കാന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇക്ക പറഞ്ഞു ഇത് നല്ല ടേസ്റ്റ് ആണ്, ഒരെണ്ണം കഴിച്ചാൽ മതി, അത്രയും അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അത് മേടിച്ചു. പിന്നെ ചിക്കൻ ഫ്രൈയും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പണ്ട് നോമ്പ് സമയത്ത് ഞാൻ ഇതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് കീപ്പ് ചെയ്ത് വെച്ചപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കണ്ടായിരുന്നേ ഫ്രീസറിലാണോ വെക്കണേ ഫ്രിഡ്ജിലാണോ വെക്കണേന്ന്. ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ലപോലെ മസാലയൊക്കെ തേച്ച് വെക്കുന്നതല്ലേ. ഫിഷ് പക്ഷെ ഇങ്ങനെ ഒത്തിരി ദിവസം മസാല തേച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ചിക്കന് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇപ്രാവശ്യം അത്യാവശ്യം സോസൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ അതെല്ലാം ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി മസാല പുരട്ടി എടുക്കുന്നത്. ഇതിന്റെ റെസിപ്പി പറഞ്ഞിട്ട് ഞാൻ വേറൊരു വ്ളോഗിൽ ഉൾപ്പെടുത്താം. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നതിന്റെ ഇടയിലായതുകൊണ്ട് തന്നെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ലേ. പിന്നെ വേഗം ഞാനും മസാലയൊക്കെ റെഡിയാക്കി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ പീസ് അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തു. ബീഫ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ, ബീഫ് മേടിക്കണം. അതാവുമ്പോൾ കുറച്ച് വെള്ളം വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് രാത്രി പൊരിച്ചു കൊടുക്കാനും സഹറിന് പൊരിച്ചു കൊടുക്കാനും, അതായത് അത്താഴത്തിന് പൊരിച്ചു കൊടുക്കാനും എളുപ്പമല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ ബീഫ് വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. പിന്നെ പാല് ബാക്കി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ പാലൊന്ന് ചെറിയ ചൂടാക്കിയിട്ടാണ് തൈര് ഇങ്ങനെ ഒറൊഴിച്ച് വെക്കുന്നത് കേട്ടോ. ചെറിയൊരു ചൂടാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല കട്ട തൈര് ഒഴിച്ച് അവിടെ മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ തൈര്. കാരണം ഈ ഇടയ്ക്കായിട്ട് തൈര് ഒഴിക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് വരാൻ തുടങ്ങി. അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെറിയ ചെറിയ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ. നമ്മുടെ വീഡിയോസിന് അത്യാവശ്യം ലെങ്ത് വരാൻ വേണ്ടിയിട്ടാണ്. നാളെ മുതൽ ഞാൻ വീഡിയോ എങ്ങനെ ഇടുന്നു, ഏത് ടൈമാണ് ഇടുന്നു എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ പറയാം കേട്ടോ എന്തായാലും. അപ്പോൾ വേഗം നമ്മുടെ പരിപാടികളൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എന്താണ് നിങ്ങൾ തന്നെ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ. ബാക്കി അങ്ങോട്ട് നമുക്ക് മ്യൂസിക് ഇട്ട് കൊടുത്താലോ. എന്തായാലും നിങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോ കാണാൻ തോന്നുന്നു എനിക്ക്. ഇനി കുറച്ച് മ്യൂസിക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്തെടുത്താലോ നമ്മുടെ. എന്നിട്ട് പിന്നെ കാണാം. കാരണം അത്രയും ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി വോയിസ് ഓവർ കൊടുത്തിട്ട് ആകെ ഡല്ലായിട്ടുള്ള വോയിസ് കേൾക്കേണ്ടി വരും. നോമ്പ് തുടങ്ങിയിട്ടില്ല, അപ്പൊ തന്നെ ഞാൻ ക്ഷീണിച്ചൂല്ലേ. എന്നാലും അത് പെട്ടെന്ന് വന്ന് പോണ അറിയണേയില്ല അല്ലെ. പണ്ടത്തിനെക്കാട്ടിലും ഭയങ്കര സ്പീഡായിട്ട് പോകും. എപ്പം നോമ്പ് കാലം വന്നാലും എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വരിക കേട്ടോ.
അതായത് സ്കൂൾ വിട്ട് വരുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും സ്മെല്ല് വരുന്നത് നല്ല വറുത്തരച്ച ബീഫ് കറിയും പത്തിരി ഉണ്ടാക്കണതിൻ്റെ ഒരു ഇതായിരിക്കും. തിരക്കും ബഹളവും. നമ്മൾ 5-5:30 ആവൂലെ ഇങ്ങനെ സ്കൂൾ വിട്ട് നടന്നു വരുമ്പോൾ. ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ടാവും വീട്ടിക്ക്. അപ്പൊ അത് നടന്ന് ഇങ്ങനെ വരുമ്പോ അത്ര സമയമായിട്ടുണ്ടാവും. അപ്പൊ പല വീടുകളിൽ നിന്നും ഇങ്ങനെ സ്മെല്ല് വരും കേട്ടോ, വറുത്തരച്ച ബീഫ് കറിന്റെ. അതൊക്കെ ഭയങ്കര നൊസ്റ്റു. പിന്നെ ഞാന് ഒരു 6 മണിയൊക്കെ ആകുമ്പോ, അത് പറ്റി ചെറുതാവുമ്പോ കേട്ടോ, ഇങ്ങനെ അടുക്കളയിൽ ഒരു പടി ഉണ്ടാവും. പടി മീൻസ് കട്ടില് പോലെ ഒരു സാധനം, നിങ്ങൾക്ക് അറിയോന്നറിയില്ല, പടീന്നാ ഞങ്ങൾ അവിടേക്ക് പറയാ. പടിയിൽ പോയി കിടന്നിട്ട് അങ്ങനെ പറയും, അയ്യോ എനിക്ക് വയ്യ, ഞാനിപ്പം മരിക്കേ, എനിക്ക് പറ്റുന്നില്ല, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമായിരിക്കും. കരയൂല, പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നോമ്പ് മുഴുവനാക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് അപ്പൊക്കെ വിചാരിക്കും ഞാൻ നാളെ എടുക്കൂല എന്ന്. പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് പൊതുവേ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഉണ്ടാവില്ലേ. നോമ്പ് ഇങ്ങനെ തുറക്കാനാവണ സമയത്ത്, ഓ എനിക്ക് വയ്യ, ഞാൻ നാളെ എടുക്കൂല, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നോമ്പ് തുറന്ന് ഉഷാറായി കഴിഞ്ഞാൽ ഞാൻ നാളെ എടുക്കും. അങ്ങനെ നോമ്പ് 30 പോകുന്ന സമയങ്ങളായിരിക്കും അല്ലെ നമ്മുടെ ചെറുപ്പകാലത്ത്. അയൻകുട്ടിക്ക് നോമ്പ് എടുക്കണ ആലോചിക്കുമ്പോ തന്നെ ഞാൻ വിചാരിക്കും, അവൻ ഫുള്ള് എടുക്കുമോ എന്നൊക്കെ. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവൻ ഫുള്ള് നോമ്പ് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി അങ്ങോട്ട് മ്യൂസിക് ഇട്ട് വിടാം. എൻ്റെ നോമ്പിൻ്റെയും വിശേഷങ്ങളൊക്കെ ഏറെക്കുറെ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പൊ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക. നോമ്പ് സമയത്ത് വരുന്ന വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.